നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും സാക്ഷരതാ മിഷനും കൊട്ടാരക്കര നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിയ മികവുത്സവം പരിപാടി കൊട്ടാരക്കര ടൗൺ UPSൽ നടന്നു. ആയുർവേദ അലോപ്പതി മെഡിക്കൽ ക്യാമ്പും നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ അതിഥി തൊഴിലാളികളുടെ പച്ച മലയാളം കോഴ്സാണ് ഇവിടെ 6 മാസത്തെ കോഴ്സ് നടത്തി പൂർത്തീകരിക്കുകയും അതിൻ്റെ ഒരു മികവുത്സവ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനോടൊപ്പം അവർക്ക് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര നഗരസഭയിലേക്കാണ് നമ്മുടെ മികവുത്സവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചങ്ങാതി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ്. ഇവിടെ ഏകദേശം 300ഓളം അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പങ്കെടുത്തിരിക്കുന്നത്. 2 കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒന്ന് ടൗൺ UPS കൊട്ടാരക്കരയും ഒന്ന് നമ്മുടെ പെന്തിക്കോസ് പാരിഷ് ഹാളിലുമാണ് നടക്കുന്നത്. അവിടെ ഏകദേശം 85ഓളം അതിഥി തൊഴിലാളികളല്ല, അവർ കോഴ്സിന് വിവിധ രാജ്യങ്ങളിൽ നിന്നും ബൈബിൾ കോഴ്സുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. അവരെ നമുക്ക് തൊഴിലാളികളായി പറയാൻ സാധിക്കില്ല. എന്നാലും പച്ചമലയാളം പഠിക്കുന്നതിനുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ആളുകൾ വന്നത്. അതിനകത്ത് പലരും പകുതിക്ക് വെച്ച് നമുക്ക് ഈ തൊഴിലാളികളെ പൂർണ്ണമായും കിട്ടുന്നില്ല. പകുതിക്ക് വെച്ച് അവർ അടുത്ത കോൺട്രാക്ടറുടെ കീഴിൽ വേറെ ജില്ലയിലേക്കോ സംസ്ഥാനത്തേക്കോ ഒക്കെ പോകുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട്. എന്നാലും നമ്മൾക്കിവിടെ 300 അതിഥികളാണ് നമുക്കിന്നിവിടെ എക്സാം എഴുതുന്നത്. ഏകദേശം അവർക്ക് പ്രധാനപ്പെട്ടതായി വന്നിട്ടുള്ളത് മാതൃഭാഷ, അവരുടെ പേര് മാതൃഭാഷയിൽ നമ്മുടെ മലയാളത്തിൽ എഴുതുന്നതിനും ചില കാര്യങ്ങൾ അവരെ എന്നുവെച്ചാൽ ചൂഷണത്തിന് വിധേയമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇപ്പം ഒരു അതായത് അവർക്ക് അത്യാവശ്യമായി തോന്നിയ ഒരു ഭാഷ സംസ്ഥാന സർക്കാരിൻ്റെയും സാക്ഷരതാ മിഷൻ്റെയും അറിവോടുകൂടി ഇവിടെ നടത്തുന്നത്. ഏകദേശം പൂർത്തീകരിച്ചു. ഇതിനകത്ത് ഒരുപാട് പേര് നമ്മളെ ഇൻസ്ട്രക്ടർമാരായി നമ്മുടെ നഗരസഭയിലെ കൗൺസിലേഴ്സുണ്ട്, ചെയർമാന്മാരുണ്ട്, അതുപോലെ തന്നെ CDS ADS നമ്മുടെ സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ എല്ലാവരും ഉണ്ട്. മുഴുവൻ ആളുകളുടെയും സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നത്. ഏകദേശം 10 മണിയോടുകൂടി ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട SR രമേശ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോനുണ്ട്. അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് നഗരസഭ ശക്തമായി തന്നെ ഇവർക്കുള്ള ഈ കോഴ്സിന് വേണ്ടിയിട്ട് ശക്തമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന സാക്ഷരതാ മിഷനും കൊട്ടാരക്കര നഗരസഭയും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 250ഓളം രോഗികളാണ് ഇവിടെ ഇന്ന് എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആശ്വാസം കൊടുക്കുക, അതേപോലെ തന്നെയാണെങ്കിൽ ഇവർക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. ഇവിടെ ആഹാരത്തിനുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം രോഗികൾക്കെല്ലാം ആണെങ്കിൽ 100% സൗജന്യമായിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇത്രയധികം മെഡിസിൻസ് നമ്മൾ കരുതിയിട്ടുണ്ട്. ഏതാണ്ട് 250ഓളം പേർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് എന്നെ ക്ഷണിച്ച കൊട്ടാരക്കര നഗരസഭയ്ക്കും സാക്ഷരതാ മിഷനും ഒക്കെ ആണെങ്കിൽ നന്ദി അറിയിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വലിയ ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത്. അവിടെ പ്രാർത്ഥനയായാലും 12 മണിക്ക് ശേഷം മാത്രമാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ചികിത്സാ സൗകര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അലോപ്പതിയിൽ നഗരസഭാതിർത്തിയിൽ മക്കളും ആയുർവേദ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് അരീക്കൽ ഫാർമസി. അദ്ദേഹത്തിൻ്റെ ഡോക്ടറടക്കം ഈ തന്നെ വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ സേവനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അതിൽ നിങ്ങൾ നൽകുന്ന നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ ലഭ്യമാകണം. നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് പലരും നിന്ന് ശരിക്കപ്പെട്ടവരാരും എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഒരുപക്ഷെ
രീതിയിൽ ആവശ്യപ്പെടുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദർഭം ഉണ്ടാകുന്നതിനായി ക്ഷണിക്കുകയാണ്. എന്ത് തൊഴിലാളികളെ പോലും ചേർത്ത് പിടിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഏറെ പ്രശംസനീയമായ ദുരന്ത നിവാരണ പ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും നടത്തിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇതിനെപ്പെട്ടൊരു കുട്ടി നമ്മുടെ ഒരു മകൾ ഈ സംസ്ഥാനത്ത് നിന്ന് ഒളിച്ചു പോയപ്പോൾ പോലീസിന്റെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് പോയി മറ്റൊരു സംസ്ഥാനത്ത് പോയി തിരിച്ചുകൊണ്ടുവന്നതിന് മുന്നാണ് ഗവൺമെന്റ്. അതോടൊപ്പം ഇവിടെ ഇതിന്റെ സംഘാടന നടത്തുന്ന അച്യുതാനന്ദ പ്രവർത്തകർ, ഇതിന്റെ എല്ലാ കോർഡിനേറ്റർ അടക്കമുള്ളവർ, ഇതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾ, പഠിപ്പിക്കുന്നവർ, മദ്രസകളിൽ പഠിപ്പിക്കുന്നവർ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ തയ്യാറായി. ഇന്നലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നലെ വിളിച്ചു തയ്യാറായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തും അരീക്കൽ അരുവല ആശുപത്രിയുടെ എല്ലാവിധമായ സുഹൃത്തുമാർ, അതിൻ്റെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കൊട്ടാരക്കര നഗരസഭയുടെ 8 വിദ്യാഭ്യാസ ഡോക്ടർ സാറ്